രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. പവിത്രമായിരിക്കുന്ന ആ മംഗളകർമ്മം ലക്ഷ്മി കല്യാണം ത്രേതായുഗത്തിൽ എല്ലാ സജ്ജനങ്ങളുടെയും മുന്നിൽ വച്ച് ജനകന്റെ ആ സഭാഗൃഹത്തിൽ വച്ച് വിശിഷ്ടമായ രീതിയിൽ നടന്നു. വളരെയേറെ കാര്യങ്ങൾ ഇവിടെ നമുക്ക് നേരിട്ട് ചിന്തിക്കേണ്ടതുണ്ട്. രാമായണത്തിലെ ഈ സ്ഥൂലമായിരിക്കുന്ന കഥയുടെ പിന്നിൽ സൂക്ഷ്മമായിരിക്കുന്ന അനേകം അർത്ഥമണ്ഡലങ്ങളുണ്ട് എന്ന് നേരത്തെ പറഞ്ഞു. അവയെല്ലാം നമുക്ക് ചർച്ച ചെയ്യാൻ സമയം പോരാ. എങ്കിലും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം ഇവിടെ സൂചിപ്പിച്ചു പോവാണ്. കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞൊരു കാര്യമാണ്, ശ്രീരാമൻ മനുഷ്യൻ മാത്രമാണ് എന്ന് യൂറോപ്യന്മാർ പറഞ്ഞു തന്നപ്പോൾ അതിനെ ഇവിടെ അതൊരു പുരോഗതിയാണ്, പുരോഗമനമാണ് എന്നുള്ള തെറ്റിദ്ധാരണയുടെ പേരിൽ വളരെയേറെ ആളുകൾ അടുത്ത കാലത്ത് ഉദ്ഘോഷിച്ച് നടക്കുന്ന സാഹചര്യമുണ്ടായി. ഇപ്പോഴും അത് നടക്കുന്നു. വാൽമീകി മഹർഷി രാമനെ മനുഷ്യനായി മാത്രമാണ് അവതരിപ്പിച്ചത്. പിന്നീടാണ് പലരും ചേർന്ന് രാമനെ ഭഗവാനായിട്ട് വേഷം കെട്ടിച്ചത് എന്നൊക്കെയാണ് അവരുടെ വാദം. എത്ര ലേഖനങ്ങൾ, എത്ര പുസ്തകങ്ങൾ, ഇതെല്ലാം അടുത്ത കാലത്തുണ്ടായത്. സായിപ്പ് പറഞ്ഞു കൊടുത്തു, ഇവിടെ അനുകരിക്കുന്നു. നമ്മുടെ ആചാര്യന്മാർ എഴുതി തന്നിരിക്കുന്നതായ മഹാഗ്രന്ഥങ്ങളുടെ താത്വികമായ അർത്ഥമണ്ഡലങ്ങൾ ആരും ചിന്തിക്കാൻ നിൽക്കുന്നില്ല. ചിന്തിക്കാൻ നിൽക്കുന്നവരുണ്ട്, സജ്ജനങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അവരെയാണ് ഭാരതത്തിൽ ഇന്നും ബഹുഭൂരിപക്ഷം. അതുകൊണ്ട് ഭാരതം ഇന്നും ഭാരതമായി നിൽക്കുന്നു. ആ സജ്ജനങ്ങൾ അതൊക്കെ ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും കോലാഹലം വെച്ച് നടക്കുന്ന ആളുകൾ നേരെ തിരിച്ചിട്ടാണ് പറയുക. അങ്ങനെ അവർ ഭാരതീയ പാരമ്പര്യത്തെ നിന്ദിക്കുന്നു. വാൽമീകി രാമനെ മനുഷ്യൻ മാത്രമായിട്ടല്ല അവതരിപ്പിച്ചത്, മനുഷ്യനായിട്ട് അവതരിപ്പിക്കുന്നതോടൊപ്പം രാമൻ പൂർവ്വലോകവാസിയും സ്വർലോകവാസിയും മഹർലോകവാസിയും ജനലോക തപോലോക സത്യലോകവാസികളും അതേപോലെ തന്നെ അതിനുമപ്പുറം മായാതീതനായിരിക്കുന്ന പരമാത്മാവും ഒക്കെയാണ് എന്ന് വാൽമീകി ഈ കഥയിലൂടെ വളരെ സ്പഷ്ടമായിട്ട് കാണിച്ചു തരുന്നു. അതിൻ്റെ ഒരു ദൃഷ്ടാന്തം നമ്മൾ നേരിട്ട് കണ്ടു. നേരത്തെ കഴിഞ്ഞ ദിവസം യാഗരക്ഷയുടെ മുഹൂർത്തം നമ്മളൊന്ന് ചിന്തിച്ചു. അതിനു മുമ്പുണ്ട് അത്തരം ദൃഷ്ടാന്തങ്ങൾ. എല്ലാം നമ്മുടെ ചർച്ചയ്ക്ക് വിഷയമാക്കുന്നില്ല. ഏതാനും കാര്യങ്ങൾ സൂചിപ്പിച്ചു കഴിഞ്ഞാൽ ബാക്കി സജ്ജനങ്ങൾക്ക് പെട്ടെന്ന് സ്വന്തം ഹൃദയത്തിൽ പ്രതിബിംബിച്ച് കിട്ടും. അഹല്യയുടെ ശാപമോക്ഷം അതേപോലെ വേറൊരു സന്ദർഭമാണ്. ശ്രീരാമചന്ദ്രൻ കല്ലായിരുന്ന അഹല്യയുടെ ശരീരത്തിലെ പാദം കൊണ്ട് സ്പർശിച്ചു. രാമപാദ സ്പർശമേറ്റപ്പോഴേക്കും ആ കല്ല് അഹല്യയായി. രാമൻ വെറും ഒരു മനുഷ്യൻ മാത്രമാണ്, നമ്മളെപ്പോലൊരു മനുഷ്യൻ മാത്രമാണ് എന്ന് വന്നാൽ അങ്ങനെ നടക്കുമോ? ഇത് ചിന്തിച്ചാൽ മതി. ഇത് വാൽമീകി പറഞ്ഞിരിക്കുന്ന കഥയാണ്. ഈ കഥ എഴുത്തച്ഛൻ കെട്ടിച്ചമച്ചതല്ല, ഈ കഥ തുളസീദാസൻ കെട്ടിച്ചമച്ചതല്ല, ഈ കഥ കമ്പര് കെട്ടിച്ചമച്ചതല്ല, വാൽമീകിയുടെ കഥയാണ്. വാൽമീകി ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ആ കഥ അതേപോലെ പിന്നീട് വന്ന ഋഷിവര്യന്മാരെല്ലാം നമുക്ക് കേൾപ്പിച്ചു തരുന്നു. ഒരു മനുഷ്യന്റെ പാദസ്പർശമേറ്റാൽ കല്ല് അഹല്യയാകുമോ? എങ്കിൽ മനുഷ്യര് റോഡിലൂടെ നടക്കുമോ, മുറ്റത്തുകൂടി നടക്കുമ്പോൾ അഹല്യമാരുടെ ബഹളം തന്നെയാവില്ലേ? അപ്പോ രാമന്റെ പാദസ്പർശമേറ്റ് അഹല്യയ്ക്ക് ശാപമോചനമുണ്ടായി, കല്ല് അഹല്യയായി എന്ന കഥ വാൽമീകി പറയുമ്പോൾ രാമൻ കാഴ്ചയ്ക്ക് മനുഷ്യനാണെങ്കിലും രാമൻ അതിനെല്ലാം അപ്പുറത്താണ്, പരമാത്മാവ് തന്നെയാണ് എന്ന്
വാൽമീകി ഭംഗിയായിട്ട് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. ഒരു നിമിഷം ചിന്തിക്കാൻ നമ്മൾ തയ്യാറായാൽ മാത്രം മതി. അങ്ങനെ ചിന്തിക്കുന്ന അനേകം ആളുകൾ, ലക്ഷോപലക്ഷം ആളുകളുണ്ട്. അല്ലാതുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇക്കാര്യം ഇങ്ങനെ പ്രത്യേകം എടുത്ത് പറയുന്നത്. എങ്ങനെ ഒരു പാദസ്പർശം കൊണ്ട് അഹല്യ കല്ലിൽ നിന്ന് പുറത്തു വന്നു, ചിന്തിച്ചാൽ മതി. അപ്പോൾ രാമപാദങ്ങൾ സാധാരണ മനുഷ്യന്റെ പാദമല്ല, അത് വിഷ്ണുപാദമാണ് എന്ന് വാൽമീകി പറഞ്ഞിരിക്കുന്നു എന്നർത്ഥം ഈ കഥയിലൂടെ. വാൽമീകിയുടെ രാമൻ മനുഷ്യൻ മാത്രമല്ല, 7 ലോകങ്ങളെയും കടന്ന് ഭൂമിക്ക് ഉപരിയുള്ളതായ 6 ലോകങ്ങൾ, ഭൂമി ഉൾപ്പെടെ 7 ലോകങ്ങൾ, അതിനെയും കടന്ന് മായാതീതത്തിൽ പരമാത്മതലത്തിൽ എത്തി നിൽക്കുന്ന നിർഗുണ നിരാകാര ബ്രഹ്മമാണ് രാമൻ എന്നുള്ളത് നാം ഒരിക്കലും മറക്കരുത്. അങ്ങനെയാണ് വാൽമീകി രാമനെ അവതരിപ്പിച്ചിരിക്കുന്നത്. എന്ന് മാത്രമല്ല, താഴോട്ടുള്ളതായ 7 തലങ്ങളെയും രാമൻ പവിത്രീകരിക്കുന്നു എന്നറിയണം. ഈ വസ്തുത നാം ഓർമ്മിച്ചുകൊണ്ട് ഈ കഥ വായിക്കുമ്പോഴേക്കും വാൽമീകി പറഞ്ഞതിൻ്റെ തത്വം വ്യക്തമായി തീരും. പിന്നെ അവർ ഗംഗ കടന്നു. എന്താണ് ഗംഗ? പലതുണ്ട് എന്നുള്ളതായ വിചാരം, അതിനെ കടന്നു. ഈ ലോകത്ത് പലതുണ്ട് എന്നുള്ള വിചാരത്തെ കടന്നു. സാധകന്റെ അധ്യാത്മമായ വികാസത്തിന്റെ ചരിത്രത്തിൽ ഹൃദയത്തിൽ അഹല്യയാകുന്ന ഭക്തി ഉണർന്നു കഴിഞ്ഞാൽ ഇവിടെ പലതുണ്ട്, സ്ഥാനമാനങ്ങളും അധികാരവും, അങ്ങനെ സമ്പൽ സമൃദ്ധിയും, ഇങ്ങനെ സാമ്രാജ്യങ്ങളും, അങ്ങനെ പലതുണ്ട് ഈ ലോകത്തിൽ നമുക്ക് നേടാനും തകർക്കാനും ഒക്കെ ആയിട്ട് എന്നുള്ള വിചാരത്തെ കടക്കും. ആ വിചാരത്തെ കടന്ന ഇവിടെ ഒന്ന് മാത്രമേ ഉള്ളൂ, ഏകമേവ അദ്വിതീയം, ഒന്ന് മാത്രം, രണ്ടില്ലാത്തത്. ആ പ്രത്യക്ഷമായ അനുഭവത്തിൽ എത്തിച്ചേരും സാധകൻ. അതാണ് ഗുരുനാഥനോടൊപ്പം രാമലക്ഷ്മണന്മാര് ദ്വൈത അനുഭവത്തിന്റെ മണ്ഡലം കടന്നു, ഗംഗയെ കടന്നു. എവിടെ എത്തി? വിദേഹരാജ്യത്തിലെത്തി, മിഥിലയിലെത്തി. അത് വിദേഹന്റെ നാടാണ്. ആരാ വിദേഹൻ? ഞാൻ ശരീരമാണെന്നുള്ള വിചാരം ഇല്ലാത്തവൻ, അതാണ് വിദേഹൻ. ഞാൻ ദേഹമാണെന്നുള്ള വിചാരമില്ലാത്തവൻ. തപസ്സിന്റെ അത്യുദാത്തമായിരിക്കുന്ന മണ്ഡലങ്ങളിലേക്ക് സമാധിയിലൂടെ ഉയർന്നുയർന്നെത്തി. ഞാൻ ശരീരമാണ്, മനസ്സാണ്, ബുദ്ധിയാണെന്നുള്ള നേരത്തെ ഉണ്ടായിരുന്ന തെറ്റിദ്ധാരണകളെ മുഴുവൻ പൂർണ്ണമായും പരിത്യജിച്ച് ഞാൻ ശരീരമല്ല, മനസ്സല്ല, ബുദ്ധിയല്ല എന്ന് അനുഭവിച്ചറിഞ്ഞ് അഹം ബ്രഹ്മാസ്മി എന്നുള്ള അനുഭവത്തിലെത്തിയവൻ, അതാണ് വിദേഹൻ. അതുകൊണ്ടാണ് ജനകന്മാർക്ക് ആ പേര്. വിദേഹന്റെ നാട്ടിലാണ് എത്തിച്ചേർന്നത്. എപ്പോൾ? ഇവിടെ പലതുണ്ട് എന്നുള്ള തെറ്റിദ്ധാരണയെ കടന്നപ്പോ എത്തിച്ചേരുന്നത് ഏകമേവ അദ്വിതീയം എന്നുള്ള അനുഭവത്തിൽ. ഞാൻ ശരീര മനോബുദ്ധികളല്ല, ആത്മാവാണ്, അതൊന്നു മാത്രമാണ് എന്നുള്ള അനുഭവത്തിൽ എത്തിച്ചേരുന്നു. അതാണ് വിദേഹ നാട്ടിൽ എത്തിച്ചേർന്നു എന്ന് പറഞ്ഞു വെച്ചത്. രാജ്യത്തിന്റെ പേരുകൾ, നഗരത്തിന്റെ പേരുകൾ, വ്യക്തികളുടെ പേരുകൾ, അതേപോലെ തന്നെ പക്ഷികളുടെ പേരുകൾ, മൃഗങ്ങളുടെ പേരുകൾ എല്ലാം വേദാന്ത ശാസ്ത്രപ്രകാരം കൃത്യമായി ചിട്ട ചെയ്തു വച്ചാണ് വാൽമീകി ഇത് മുഴുവൻ ആലേഖനം ചെയ്തു തന്നിരിക്കുന്നത്. ഒരു വാക്ക് പോലും മാറില്ല അദ്വൈത അനുഭവത്തിന്റെ മണ്ഡലത്തിൽ നിന്ന്. ഇത്ര കൃത്യമായി ഇത്രയേറെ കഥാപാത്രങ്ങളെ കൊണ്ട്, സംഭവങ്ങളെ കൊണ്ട് ഇങ്ങനെ അങ്ങേയറ്റം സുഘടിതമായിട്ട് അദ്വൈതത്തെ ദൃശ്യവൽക്കരിക്കണമെങ്കിൽ അത് വളരെ ശ്രദ്ധാപൂർണമായിട്ടുള്ള തപസ്സിൻ്റെയും ലക്ഷ്യബോധത്തിൻ്റെയും ഫലമായിട്ടാണ് സാധിക്കുന്നത് എന്ന് വ്യക്തം. ഇതിനു വേണ്ടിയിട്ടാണ് വാൽമീകി രാമായണം എഴുതിയിരിക്കുന്നത്. അങ്ങനെ വിദേഹന്റെ നാട്ടിൽ എത്തിച്ചേർന്നു. വിദേഹൻ വന്ന് സ്വീകരിച്ച് സൽക്കരിച്ചു. അവിടെ ഒരു വില്ലിരിപ്പുണ്ട്. അത് മഹാദേവന്റെ വില്ലാണ്. അതിനെ അവിടെ വച്ചിരിക്കുന്നതാരാ? മഹാദേവൻ തന്നെ, മൃത്യുഞ്ജയൻ തന്നെയാണ് ആ വില്ല് അവിടെ വച്ചിരിക്കുന്നത്. ത്രയംബകത്തെ മരണത്തെ ജയിച്ചവനാണ് മഹാദേവൻ.
സാക്ഷാൽ ശ്രീ പരമേശ്വരൻ. അങ്ങനെ മരണമില്ലാത്തവൻ. ഇദ്ദേഹത്തിൽ മരണമില്ല. ഞാൻ ശരീരം ആണെന്ന് ധരിക്കുന്നിടത്താണ് മരണത്തിൻ്റെ ദുഃഖം, മരണത്തിൻ്റെ ബന്ധനം. ഞാൻ ശരീരമല്ല, മനസ്സല്ല, ബുദ്ധിയല്ല എന്ന് അറിഞ്ഞു കഴിയുമ്പോഴേക്കും എനിക്ക് മരണമില്ല എന്ന് അനുഭവവേദ്യമായി തീരും. അതാണ് മൃത്യുവിനെ ജയിച്ചവൻ, മരണത്തെ ജയിച്ചവൻ, കാലകാലൻ മഹാദേവൻ. അദ്ദേഹം അവിടെ തൻ്റെ വില്ല് വച്ചിരിക്കുന്നു. നമ്മുടെ എല്ലാ ശരീരങ്ങളിലും അദ്ദേഹത്തിൻ്റെ വില്ലുണ്ട്, മഹാദേവന്റെ വില്ലുണ്ട്. പക്ഷേ നാം വിദേഹന്മാരായില്ല തപസ്സുകൊണ്ട്. അതുകൊണ്ടാണ് ആ വില്ലിനെ നമ്മൾ മഹാദേവന്റെ വില്ലാണ് എന്ന് അറിയാത്തത്. ആ വില്ലിനെ കുറിച്ച് ഭൗതികമായ ചില ധാരണകളേ ഉള്ളൂ. ആ വില്ലിൻ്റെ സൂക്ഷ്മമണ്ഡലം ഒന്നും അറിയില്ല. അത് ആരുടെ വില്ലാണെന്നും അറിയില്ല, അന്വേഷിച്ചിട്ടുമില്ല. അത് നമ്മളെപ്പോലുള്ള സാധാരണ മനുഷ്യർ. നമുക്ക് വ്യക്തമായി വാൽമീകി വഴി കാണിച്ചു തരികയാണ്. തപസ്സുകൊണ്ട് വിദേഹനാകൂ, അപ്പോഴേക്കും നിങ്ങളിൽ ആ മഹാദേവൻ, കാലകാലൻ, മൃത്യുഞ്ജയൻ വച്ചിരിക്കുന്ന വില്ലിനെ നിങ്ങൾക്ക് കാണാം. അതാണ് പ്രാണനായി നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്നത്. വൃത്താകൃതിയിലാണ് അതിൻ്റെ ചലനം. പ്രാണൻ, അപാനൻ, വ്യാനൻ, ഉദാനൻ, സമാനൻ എന്ന 5 പ്രകാരത്തിൽ വൃത്താകൃതിയിൽ അത് ചലിച്ചുകൊണ്ടേയിരിക്കുന്നു. അതാണ് അതിനെ വില്ല് എന്ന് പറഞ്ഞത്. ഈ പ്രാണൻ ആരാ നമ്മുടെ ശരീരത്തിൽ വച്ചിരിക്കുന്നത്? സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങളിൽ പ്രാണനെ വച്ചിരിക്കുന്ന മഹാദേവൻ തന്നെയാണ്, നമ്മളുടെ ആരുടെയും സൃഷ്ടിയല്ല. പ്രാണനെ സൃഷ്ടിക്കാനുള്ള ശേഷി നമുക്കാർക്കുമില്ല. അങ്ങനെ മഹാദേവൻ വച്ചിരിക്കുന്ന വില്ല് അത് നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ ശരീര മനോബുദ്ധികളെല്ലാം പ്രവർത്തനക്ഷമമായിരിക്കുന്നത്, ജീവനോടുകൂടിയിരിക്കുന്നത്. ഈ വില്ല് ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ നമുക്ക് ലോകാനുഭവം. ഈ ലോകാനുഭവത്തിന് അപ്പുറത്തേക്ക് കടക്കണമെങ്കിലോ ബ്രഹ്മാനുഭവത്തിലേക്ക് കയറണമെങ്കിലോ ഈ വില്ലിനെ നിഷ്പന്ദമാക്കണം. അതിൻ്റെ ആ ചലനത്തെ, വർത്തുളമായുള്ള ചലനത്തെ പൊട്ടിക്കണം. അതോടുകൂടി അതിൻ്റെ സ്പന്ദനം നിൽക്കും. ഈ ചലനത്തിന് സ്പന്ദം എന്നാണ് പേര്. അത് ശാക്തേയ സമ്പ്രദായം പഠിക്കുമ്പോഴേക്കും വ്യക്തമായി തീരും. സ്പന്ദം, കാലദേശ ബന്ധമില്ലാത്തതായ ചലനം, അതാണ് സ്പന്ദം. അതാണ് മൂലപ്രകൃതി, അതാണ് ആദിപരാശക്തി. ആ സ്പന്ദത്തെ ഭേദിക്കണം. അതാണ് ചന്ദ്രശേഖരൻ്റെ വില്ല് കണ്ട്, ചന്ദ്രശേഖരൻ എന്ന് തന്നെ പറഞ്ഞതിന് കാരണമുണ്ട്. അദ്ദേഹത്തിൻ്റെ ശിരസിലെ ചന്ദ്രനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്തിനാണെന്നറിയോ? അത്യന്ത സൂക്ഷ്മ മണ്ഡലത്തിൽ വിരാജിക്കുന്നയാളാണ് ഈ മഹാദേവൻ എന്ന് നമുക്ക് പഠിപ്പിച്ചു തരാൻ. അതിനാണ് ചന്ദ്രക്കലയെ കാണിച്ചത്, സൂക്ഷ്മതയെ കാണിക്കാൻ. അതിൻ്റെ നടുക്കൊരു ബിന്ദുവുണ്ട്. ആ ബിന്ദുസ്ഥാനം, അവിടെയാണ് ഇദ്ദേഹം ഇരിക്കണേ. ഇങ്ങനെ വലിയ സ്ഥൂല രൂപത്തിൽ നമുക്ക് ശില്പമായോ ചിത്രമായോ അല്ലെങ്കിൽ വർണ്ണനകളിലൂടെയോ കാണിച്ചു തന്നു. ഇത് മുഴുവൻ അത്യന്ത സൂക്ഷ്മമാണ്, അണുവിനേക്കാളും അണുവാണ്. ആ ചന്ദ്രശേഖരൻ പരമാത്മാവ്, അദ്ദേഹത്തിൻ്റെ വില്ല് കണ്ടു രാമൻ. വിദേഹാവസ്ഥയിലെത്തിയപ്പോഴേക്കും ആ വില്ല് കണ്ടു. ആ വില്ലിനെ അദ്ദേഹം എടുത്തു, അതിനെ കുലച്ചു, വലിച്ചു, അത് നിഷ്പന്ദമാക്കി. പ്രാണചലനത്തെ നിഷ്പന്ദമാക്കി. അതിനെ കടന്നു, കാലദേശങ്ങളുടെ പരിധിയെ കടന്നു. പ്രാണനെ ശുദ്ധകുംഭകത്തിൽ സ്തംഭിപ്പിച്ചു നിർത്തിയിരിക്കുകയാണ്. യോഗമാർഗം പഠിക്കുന്ന ആളുകൾ അനേകം പേര് ഇത് കേട്ടുകൊണ്ടിരിപ്പുണ്ട്. മറ്റുള്ള ആളുകൾ അത് പഠിക്കാനുള്ളതാണ്. ശുദ്ധകുംഭകം എന്താണെന്ന് അവർക്കറിയും. ശുദ്ധകുംഭകത്തിൽ പ്രാണനെ നിഷ്പന്ദമാക്കുന്നു. അതാണ് ത്രയംബക ഭഞ്ജനം, ആ വില്ലിൻ്റെ ഭഞ്ജനം. ആ അവസരത്തിൽ ബ്രഹ്മവിദ്യ പ്രകാശിക്കും. ആ ബ്രഹ്മവിദ്യക്ക് നമുക്ക് കണ്ണുകൊണ്ട് കാണാവുന്നതായ വർണ്ണമാണ് സ്വർണവർണ്ണം. ബ്രഹ്മവിദ്യയാണ് സീത. സീതയുടെ വർണ്ണം സ്വർണവർണ്ണം. ആ ബ്രഹ്മവിദ്യ ഈ യോഗിയിൽ, പ്രാണനെ നിഷ്പന്ദമാക്കിയ യോഗിയിൽ പ്രകാശിക്കും. അതാണ് സീത രാമന്റെ സമീപത്തെത്തിയതും ഹാരമണിയിച്ചതും പ്രപഞ്ചത്തിലെ സമസ്ത ചരാചരങ്ങളും ആഹ്ലാദത്തോടു കൂടിയിട്ട് നൃത്തവും വാദ്യവും ഗാനവും ഒക്കെയായിട്ട് ഉത്സവം ആഘോഷിച്ചത്. ഇതാണ് സീതാ കല്യാണം. സാധകന്റെ അഹം ബ്രഹ്മാസ്മി എന്നുള്ള ബ്രഹ്മവിദ്യാപ്രാപ്തിയാണ്. ബ്രഹ്മവിദ്യയെ നേടുന്നു സാധകൻ.
ബാല്യം തൊട്ട് തുടങ്ങി വിവിധങ്ങളായ സാധനാ പദ്ധതികളിലൂടെ ഗുരുനാഥൻ്റെ നിർദ്ദേശമനുസരിച്ച് പുരോഗമിച്ച് അവസാനം ഈ ബ്രഹ്മവിദ്യ നേടിക്കൊടുക്കുന്ന നിമിഷത്തിലും അതിന് വഴിയൊരുക്കിയത് ഗുരുനാഥൻ തന്നെ. ഗുരുനാഥൻ പറഞ്ഞു, വില്ലെടുത്തുകൊള്ളൂ, വേണ്ടുന്നത് പ്രവർത്തിച്ചുകൊള്ളൂ എന്ന്. അങ്ങനെ സാധകൻ ഗുരു കാരുണ്യത്താൽ പ്രാണനെ നിഷ്പന്ദമാക്കി. അതാണല്ലോ നമ്മുടെ ഉള്ളിലെ ആ മനസ്സിൻ്റെ ചലനങ്ങളെല്ലാം നിഷ്പന്ദമാക്കുന്നു. അതാണ് യോഗം. അതാണ് ശുദ്ധകുംഭകത്തിൽ നേടുന്നത്. യോഗ ചിത്തവൃത്തി നിരോധ. വളരെ സ്പഷ്ടമായിട്ട് യോഗത്തിന്റെ ലക്ഷണം പതഞ്ജലി പറഞ്ഞു വയ്ക്കും. ചിത്തവൃത്തിയുടെ, മനസ്സിന്റെ പ്രവർത്തനങ്ങളുടെ നിരോധം, അതിൻ്റെ പരിപൂർണമായിട്ടുള്ള കീഴമർത്തൽ. മനസ്സിലെ വൃത്തികളെല്ലാം പൂർണ്ണമായും അസ്തമിക്കുന്ന അവസ്ഥ, അതിനെ തടഞ്ഞു നിർത്തുന്ന അവസ്ഥ. പിന്നെ മനസ്സ് പ്രവർത്തിക്കുന്നില്ല, അതോടുകൂടി പ്രാണൻ പ്രവർത്തിക്കുന്നില്ല, പ്രപഞ്ചം പ്രവർത്തിക്കുന്നില്ല, പ്രപഞ്ചാതീതം. അതാണ് യോഗം. ആ അവസ്ഥയിൽ ഗുരുനാഥ കാരുണ്യത്താൽ യോഗ ചിത്തവൃത്തി നിരോധ എന്നുള്ള ആ പ്രത്യക്ഷാനുഭവത്തിൽ രാമൻ എത്തിച്ചേർന്നു, സാധകൻ എത്തിച്ചേർന്നു. ഭക്തിമാർഗത്തെ അനുസന്ധാനം ചെയ്താലും, ജ്ഞാനമാർഗത്തെ അനുസന്ധാനം ചെയ്താലും, രാജയോഗത്തെ അനുസന്ധാനം ചെയ്താലും, കർമ്മമാർഗത്തെ അനുസന്ധാനം ചെയ്താലും, ഇനി ഈ പറഞ്ഞതിൻ്റെ എല്ലാ ശാഖകളായിട്ട് അനേകായിരം മാർഗങ്ങളുണ്ട്. അവരവരുടെ മനസ്സിനിണങ്ങുന്ന ഏത് മാർഗത്തെ അനുസന്ധാനം ചെയ്താലും പരമമായി വന്നു ചേരുന്നത് ഈ ബ്രഹ്മപ്രാപ്തിയാണ്. അങ്ങനെ ത്രയംബക ഭഞ്ജനം, ബ്രഹ്മവിദ്യാപ്രാപ്തി. അതാണ് കഥാരൂപത്തിൽ വാൽമീകി നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചത്, എഴുത്തച്ഛൻ നമുക്ക് കാണിച്ചു തന്നത്. ഇത് ത്രേതായുഗത്തിൽ നടന്ന ചരിത്രപരമായ സംഭവം. അത് എന്നും സാധകനിൽ നടക്കുന്ന പരമയാഥാർത്ഥ്യം. അതിലേക്ക് നമുക്ക് വീണ്ടും നാളെ രാത്രി 8:30 എത്തിച്ചേരാം. ഗുരുനാഥന്മാർ നമ്മെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ വാക്കുകളാകുന്ന പൂജാപുഷ്പങ്ങൾ പാർവതീ പരമേശ്വരന്മാരുടെ പാദങ്ങളിൽ, ശ്രീരാമസീത ആഞ്ജനേയന്മാരുടെ പാദങ്ങളിൽ, എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി പാദങ്ങളിൽ, എൻ്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ പാദപങ്കജങ്ങളിൽ, ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിൽ പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചുകൊള്ളുന്നു. ജയ് സീതാറാം.